ഹായ്, എല്ലാവർക്കും ഗുഡ്വിൽ പാചകത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അടിപൊളിയായിട്ടൊരു വെജിറ്റബിൾ ഡിഷു ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്കിന്ന് ചുരുങ്ങിയ ചേരുവകൾ വെച്ച് കടായി വെയിറ്റുകൾ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ കടായി വെയിറ്റുകളിന് വേണ്ടിയിട്ട് നമ്മൾ വെജിറ്റബിൾ എടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ പൊട്ടറ്റോ, ക്യാരറ്റ്, ബീൻസ്, ഗ്രീൻ പീസ്, കോളിഫ്ലവർ എന്നിവ നമ്മൾ ഹാഫ് ബോയിൽ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ചേരുവകൾ നമ്മൾ പോകെ പറഞ്ഞുതരാം. അതിനായി ഒരു പാൻ വെച്ചിട്ടുണ്ട്, നമുക്ക് കത്തിച്ച് കൊടുക്കാം. പാൻ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ആദ്യം നമുക്കൊരു 1/4 ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടറിൻ്റെ കൂടെ നമ്മളൊരു 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കാം. ആദ്യം നമ്മൾ കടായി വെയിറ്റിന് വേണ്ടിയിട്ട് കുറച്ച് വറവലുണ്ടാക്കാനുണ്ട്. അതാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ബട്ടറും എണ്ണയും ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാം. ജീരകം പൊട്ടി വന്നിട്ടുണ്ട്. നമുക്ക് 2 പീസ് വെളുത്തുള്ളി, ചെറിയ ഇഞ്ചിയും, ഒരു പച്ചമുളകും, വറ്റൽമുളകും, ക്യാപ്സിക്കം, സവോള, ചെറിയ കഷ്ണം സവോള മതി, ചെറിയ കഷ്ണം ക്യാപ്സിക്കം. വറവലിന് വേണ്ടിയിട്ടാണ്. ഇതിനെ നമുക്ക് ആദ്യം ഒന്ന് ജസ്റ്റ് സോട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. നമ്മൾ ഒത്തിരി വാടേണ്ട കാര്യമില്ല, ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി. ഏകദേശം ആയി വന്നിട്ടുണ്ട്. ജസ്റ്റ് ഇതിൻ്റെ പച്ചവണം ഒന്ന് മാറി കിട്ടിയാൽ മതി. നമ്മളിപ്പോൾ ഇതിലേക്ക് തന്നെ നമ്മൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. ഒരു 2 ടേബിൾ സ്പൂൺ. നമുക്ക് ചെറിയ കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇട്ട് കൊടുക്കും. നന്നായിട്ടൊന്ന് പിന്നെ മൂപ്പിച്ചെടുക്കാം. ചപ്പാത്തിക്കും റൊട്ടിക്കൊക്കെ കഴിക്കാൻ പറ്റിയ, പുലാവിനൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു വെജിറ്റബിളാണ്. നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചിയും പച്ചമുളകൊക്കെ വാടിയിട്ടുണ്ട്. ഇതിലേക്ക് 2 കഷ്ണം സവോള ഫൈനായിട്ട് ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. കുനുകുനാന്നരിഞ്ഞ് ഇതൊന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് ലേശം ഉപ്പിട്ട് കൊടുക്കുക. സവോള നന്നായിട്ട് വാട്ടിയെടുക്കുക. ലേശം വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരു കഷ്ണം തക്കാളി നമ്മൾ എടുത്തിട്ടുണ്ട്. ഏകദേശം നമ്മുടെ തക്കാളിയും സവോളയും ഒക്കെ വാടി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം. ആദ്യമായിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂണോളം മുളക് പൊടി നമുക്കിടാം. ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ജീരകപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1 സ്പൂൺ കടായി മസാല. ഇതാണ് നമ്മൾ പൊടിച്ച് വെച്ച കടായി മസാല. കടായി മസാല നമ്മൾ ഉണ്ടാക്കിയപ്പോൾ കൊത്തമല്ലിയും വറ്റൽമുളകും ജീരകവും ഇട്ട് പൊടിച്ചെടുക്കും. പിന്നെ കുറച്ച് മേത്തി. പിന്നെ നന്നായിട്ടൊന്ന് സൂട്ട് ചെയ്തെടുക്കാം. ഏകദേശം നമ്മുടെ ഗ്രേവി റെഡിയായി വന്നിട്ടുണ്ട്. നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നേരത്തെ വേവിച്ച് വെച്ച വെജിറ്റബിൾ ഇട്ട് കൊടുക്കാം.
ഇത് ഒത്തിരി ഗ്രേവി ടൈപ്പല്ല, എന്ന് വെച്ചാൽ സെമി ഗ്രേവിയാണ്. ഇച്ചിരി പാലും കാഷ്നട്ട് പേസ്റ്റുമാണ് മിക്സിക്കകത്ത് നമ്മൾ അരച്ച് എടുത്തേക്കണെയാണ്. ഒഴിച്ച് കൊടുക്കാം. ലേശം വെള്ളം ഒഴിച്ച് കൊടുക്കാം. പിന്നെ എന്നിട്ട് നമുക്കൊന്ന് കുറുക്കിന്ന് എടുക്കാം. നമ്മൾ നേരത്തെ തടുക്കയ്ക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ക്യാപ്സിക്കം. നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ കുറച്ച് മല്ലിയില ഇടാം. നമ്മുടെ കടായി വെച്ച് നമുക്കൊരു ഓവൽ ഷേപ്പിലുള്ള പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ഒത്തിരി ഗ്രേവിയല്ല, നമുക്ക് ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ പറ്റിയ, റൈസിൻ്റെ പുലാവിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ അതേ രീതിയിലാണ് നമ്മൾ റെഡിയാക്കി എടുത്തിരിക്കുന്നത്. ഇന്ന് ഞാനുണ്ടാക്കിയ കടായി വെയിറ്റുകൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ അടിപൊളി ഡിഷാണ്. ഹെൽത്തിയാണ്, വെജിറ്റബിളാണ്, ആരോഗ്യത്തിനൊക്കെ നല്ല കിട്ടാവുന്ന അടിപൊളി ഐറ്റമാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.